പ്രസാദഗിരി പള്ളിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അടിരൂപതയുടെ അധീനതയിലുള്ള തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കയറി സിനഡ് കുർബാന കളിക്കുവാനുള്ള നിയോഗവുമായി വന്ന പുതിയ വികാരി ഇൻചാർജായ ജോൺ തോട്ടുപുറം പാതിരിയെ അടിച്ചു പഞ്ചറാക്കുകയും മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചു എന്ന പരാതിയിൽ മുൻ വികാരി ജെറിൻ പാലത്തിങ്കൽ ഉൾപ്പെടെ 11 പേർക്കെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തങ്ങളല്ല കുരുമുളക് സ്പ്രേ അടിച്ചത്, തോട്ടുപുറം പാതിരിയും ഒപ്പം വന്നവരുമാണ് പള്ളിയിൽ പ്രശ്നമുണ്ടാക്കി കുരുമുളക് സ്പ്രേ അടിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് ജെറിൻ പാതിരി കഴിഞ്ഞ ദിവസം നടത്തിയ ആ പത്രസമ്മേളനം കാണുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ വളരെ ആസൂത്രിതമായ ഒരു ആക്രമണ പരമ്പരയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണജനകമായ വികലമായ തെറ്റായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അവിടുത്തെ വികാരി ജെറിൻ പാലത്തിങ്കലച്ചൻ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസാദഗിരിയിൽ പള്ളിയിൽ നടന്ന സംഭവങ്ങളിൽ ഞാൻ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം പരക്കുന്നത് കണ്ടു. അതുമൂലം എനിക്ക് ഒത്തിരിയേറെ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടുകാർക്കുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നെ അറിയാവുന്ന പലവരും എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തുന്നത്. മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ ഇപ്പോൾ നടക്കുന്ന ജനാബിയും കുർബാനയും അതുപോലെ തന്നെ എൻ്റെ വികാരി അപ്പോയിൻമെൻറ്റും 15-ാം തീയതി വരെ സ്റ്റേ ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ പല പ്രാവശ്യം തോട്ടുപുറച്ചനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും DYSPയുടെ സാന്നിധ്യത്തിലും എല്ലാം വ്യക്തമാക്കിയ കാര്യമാണ്. അത് പല രീതിയിൽ വ്യക്തമാക്കുകയും അച്ഛൻ എന്നോട് തിങ്കളാഴ്ച വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ സ്റ്റാറ്റസ് കോ ആണ്, അച്ഛൻ അച്ഛൻ വരരുത്, 15-ാം തീയതി കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത മാർഗങ്ങൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാനവിടെ വികാരിയായിട്ട് എനിക്ക് സഭാ നിയമം മാത്രം നോക്കിയാൽ മതി, എനിക്ക് കോടതി നിയമമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അച്ഛൻ എന്നോട് സംസാരിച്ചത്. ചൊവ്വാഴ്ച വന്ന് അച്ഛൻ ചാർജ് എടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പരന്നു. അന്ന് തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് ചെയ്യരുത്, ഇവിടെ ഇടവകയിൽ പ്രശ്നങ്ങളുണ്ടാവും, അസ്വസ്ഥത, നമുക്ക് സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടും അച്ഛൻ വളരെ വാശിയോടുകൂടി അവിടെ നിലനിന്നു. ബുധനാഴ്ച വൈകിട്ട് DYSPയുടെ നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങിൽ DYSP വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇത് സ്റ്റാറ്റസ് കോയാണ്, ഈ സ്റ്റാറ്റസ് കോ അനുസരിച്ച് തോട്ടുപുറച്ചൻ അവിടെ പോകാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മെട്രോപൊളിറ്റൻ വികാർ ജോസഫ് പാംപ്ലാനി പിതാവുമായിട്ട് ഇത് ചർച്ച ചെയ്ത് സമാധാനത്തിൽ തീർക്കണം, അല്ലെങ്കിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നീക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളൊരു അക്രമം അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പള്ളി പൂട്ടേണ്ടി വരും എന്ന് DYSP സാർ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇത് ഇത്രയും ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ, സമാധാനപരമായിട്ട് ഇത് പ്രശ്നം തീർക്കാനായിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് ഒരു കുർബാനയുടെ സമയമല്ല, ഒരു 9:30 സമയം അവർ തന്നെ തീരുമാനിച്ച്, അവർ സംഘം ചേർന്ന് ഒരുമിച്ച് കയറി വന്ന് വാദം ജനലിനോ അവർ ഒരു സംഘമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ ഞാൻ പള്ളിക്കകത്തായി. അൾത്താരയിലോട്ട് കയറുന്ന അച്ഛനോട് അച്ഛൻ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ കുർബാനയല്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ ചെയ്യല്ലേ, ഇത് പ്രശ്നമാവും, ആൾക്കാർ തമ്മിൽ ബഹളമാവും. ഈ സമയത്ത് അച്ഛൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ചു, ജനലുകളും അടച്ചു. ഞാൻ അകപ്പെട്ടു. അവസാനം അച്ഛൻ സങ്കീർത്തിയിലോട്ട് ഉടുപ്പ് മാറാൻ വൈദികൻ്റെ വസ്ത്രം ധരിക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ ആൾക്കാരോടും പറഞ്ഞു, നിങ്ങളിത് ചെയ്യല്ലേ, ഇതിന് കൂട്ടുനിൽക്കല്ലേ, ഇത് പ്രശ്നമാണെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളി ഇറക്കി. അവിടെ അപ്പോഴേക്കും അച്ഛൻ കുർബാനയിലുള്ള വേഷമൊക്കെ ഇട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന് നിന്നു. ആ സമയത്തും ഞാൻ അച്ഛൻ്റെ അടുത്തും ആൾക്കാരുടെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പല പ്രാവശ്യം അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അവസാനം കുർബാന തുടങ്ങുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ശ്രമം തുടങ്ങി. ഞാൻ പല വാതിലിൻ്റെയും 5-6 വാതിലുണ്ട്, ആ വാതിലിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ പുറത്ത് കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ പുറത്തേക്ക് വിട്ടില്ല. ഓരോ വാതിലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ പല വാതിലിൻ്റെ അടുത്ത് നിന്ന് തുറന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവരെന്നെ പുറത്തേക്ക് വിട്ടില്ല. അവരെന്നെ വട്ടം കയറി പിടിച്ച് എനിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ എന്നെ വട്ടം കയറി പിടിക്കുകയും
എനിക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ അവസാനം ഒരു വാതിലിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവർ പെപ്പർ സ്പ്രേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതിനിടയിൽ നേരിട്ട് എൻ്റെ കണ്ണിൽ വന്ന് വീണില്ല. പക്ഷേ എൻ്റെ ആഘാതം കാരണം എനിക്ക് കുറച്ച് നേരത്തേക്ക് കണ്ണ് കാണാനോ ശ്വാസം വലിക്കാനോ ഞാൻ ആകെ ചുമച്ച് ഞാൻ അവിടെ ഇരുന്നു പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും, എന്നെ പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും എന്നെ വിട്ടു. കാരണം അവർക്കും ഇതിൻ്റെ ആഘാതം ഏറ്റിട്ടുണ്ട്. അവസാനം ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സങ്കീർത്തിയുടെ വാതിൽ തള്ളി തുറന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാബു ചേട്ടനും ആൽബർട്ടും സ്റ്റീഫൻ ചേട്ടനും മത്തായി ചേട്ടനൊക്കെ കൂടി കയറി വന്നത്. കാരണം അവർ ജനലിലൂടെ എന്നോട് ചെയ്യുന്ന അക്രമം കണ്ടുകൊണ്ട് വാതിൽ തുറക്കുന്ന അവർ പല പ്രാവശ്യം പുറത്തുനിന്ന് ഇവരോട് വിളിച്ച് പറയും. ഇതൊന്നും കേൾക്കാതെ ഇവരവിടെ നിന്നുകൊണ്ട് അകത്തു നിന്നുകൊണ്ട് എന്നോട് അക്രമം ചെയ്യുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തോട്ടൂറച്ചനോട് കുർബാനയും ചെല്ലുവാണ്. ഒരു സഹോദര വൈദികനെ ഇവിടെ ആൾക്കാർ കൂടി മർദ്ദിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ മൈക്ക് വെച്ച് കുർബാന കൊണ്ടിരിക്കുകയാണ്. അച്ഛന് വേണമെങ്കിൽ ആ കുർബാന ഒന്ന് നിർത്തിയിട്ട് ആ അച്ഛനെ പുറത്തേക്ക് വിട്. ഞാൻ പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തി. ഞാൻ അവിടെ ഒരു അക്രമവും നടത്തിയില്ല. ബാബുച്ചേട്ടനും അവരെല്ലാവരും അകത്തോട്ട് കയറി വന്നതിന് അവിടെ വന്ന് ഉടനെ മൈക്കും മറ്റുമൊക്കെ മാറ്റി അച്ഛനെയും അൾത്താരയിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അൾത്താരെ കയറുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആൾക്കാരോട് നോക്കി ഞാൻ കൈ ചൂണ്ടി പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് അച്ഛന് ഈ ബുദ്ധിമുട്ടുണ്ടായത്. നിങ്ങൾ പ്രേരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛനിവിടെ വന്നത്. അച്ഛൻ എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്കാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സമയത്തുള്ള വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അക്രമത്തിന് ആഹ്വാനം ചെയ്തതെന്ന് പറഞ്ഞു. കുർബാന നടക്കുന്ന സമയത്ത് ഞാൻ അൾത്താരെ കയറിയിട്ടില്ല. ഒരു രീതിയിൽ ഞാൻ കയറിയിട്ടില്ല. കുർബാന നിർത്തപ്പെട്ട സമയത്താണ് ഞാൻ അൾത്താരെ കയറുന്ന ആൾക്കാരോട് ഇത് പറഞ്ഞത്. ഇതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു, മറ്റു കാര്യങ്ങൾ നടന്നു. ഇതിൻ്റെ CCTV ഫുട്ടേജസ് ഞാൻ എടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തായ അച്ഛൻ്റെ അടുത്ത് താക്കോല് കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മുറിയിൽ ആരോ കയറി ആ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയി. ഞാനത് DYSP സാറിന് അതിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പാകത്തിനുള്ള എല്ലാ വഴികളും അവരടച്ചു കളഞ്ഞ് എന്നെ ഒരു അക്രമകാരിയായി ചിത്രീകരിച്ച് എൻ്റെ പേരും എൻ്റെ കുടുംബത്തിൻ്റെ പേരും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും തെറി വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പരക്കുകയാണ്. ഞാൻ ഈ വന്യവൈദികനോട് 80 വയസ്സുള്ള തോട്ടൂറച്ചനോട് താണുകേണു പറഞ്ഞത്, അച്ഛൻ എൻ്റെ ഇടവകയിൽ ഇപ്പോൾ വരല്ലേ, സമാധാനപരമായിട്ട് ഇത് തീർക്കാമെന്ന്. അതൊന്നും കേൾക്കാതെ ഇത് അരമനയിൽ നിന്ന് എന്നോട് പറഞ്ഞതാണ്, കൂരിയ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ കയറി വന്ന് ആൾക്കാരെ കൂട്ടി കയറി വന്ന് അവിടെ മനഃപൂർവ്വം അക്രമം സൃഷ്ടിക്കുകയാണ്. ഈ അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഇവർ വന്ന ഉടനെ ജനലും വാതിലുകളെല്ലാം അടച്ചു. അവരുടെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. അവരെന്തിനാ ഒരു കുർബാനയ്ക്ക് വരുന്നവൻ എന്തിനാ പെപ്പർ സ്പ്രേ ആയിട്ട് വരുന്നത്? അത് മനഃപൂർവ്വം അവിടെ കീഴടക്കാൻ വേണ്ടി തന്നെ, എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കീഴടക്കാൻ വേണ്ടി തന്നെയാണ്, അവർ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത്. ഇനി നീർപ്പാറ പള്ളിയിൽ ഏകീകൃത കുർബാന, നീർപ്പാറ കോൺവെൻറ്റിൽ ഏകീകൃത കുർബാന നടക്കുന്നുണ്ട്, തോട്ടറപ്പള്ളിയിൽ നടക്കുന്നുണ്ട്, കരിപ്പാടം പള്ളിയിൽ നടക്കുന്നുണ്ട്. പ്രസാദഗിരി ഇടവകയുടെ ചുറ്റുവട്ടത്ത് 3 പള്ളികളിലെങ്കിലും ഏകീകൃത കുർബാന നടക്കുന്നുണ്ട്. കുർബാന ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. ഈ നമ്മുടെ പള്ളിയിലെ പ്രശ്നം സമാധാനപരമായിട്ട് തീർത്തിട്ട് അവിടെ വന്ന് കുർബാനയുള്ള അവസരം, കേസ് അവിടെ കുർബാനയെക്കുറിച്ച് കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് പിൻവലിച്ചാൽ കുർബാന ചൊല്ലിക്കൊടുക്കാം എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പോലും അവരെന്നെ നിർബന്ധിച്ച് അരമനയിൽ നിന്നൊരു പേപ്പറും മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മേൽ പ്രഷർ ചെലുത്തി എൻ്റെ ഇടവകയിൽ അശാന്തി വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം അവിടെ ചെയ്യുകയാണ് ചെയ്തത്. ഇത് സംഘടിതമായ പ്രവൃത്തിയാണ്. ഇതല്ലാണ്ട് പെട്ടെന്ന് അറിയാണ്ടൊന്നും സംഭവിച്ചൊന്നുമല്ല. ഇത് അച്ഛൻ മനഃപൂർവ്വം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഇത് ചെയ്യരുതെന്ന് കോടതി ഉൾപ്പെടെ, DYSP സാർ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ പല പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അച്ഛൻ 80 വയസ്സിനേക്കാൾ മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനുള്ള സംരക്ഷണം കിട്ടുമെന്നും ഉള്ള ധാരണയിൽ അച്ഛൻ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ്. ഇത് തീർത്തും സങ്കടകരമാണ്. ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. എൻ്റെ ഹാർഡ് ഡിസ്ക് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് പള്ളിമുറി കയറി എൻ്റെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവഭാഗ്യത്തിന് എൻ്റെ CCTV ഓണാക്കി ഞാൻ അതിൽ നിന്ന് ഒരു 10-20 സെക്കൻഡ് നീളുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ അതിൽ നിന്ന് എടുത്തായിരുന്നു. മൊബൈൽ സ്ക്രീൻ ഓണാക്കി വെച്ചിട്ട് ഞാൻ മൊബൈലിൽ അതിൻ്റെ റെക്കോർഡിംഗ് എടുത്തായിരുന്നു. അതുമാത്രമാണ് എന്നോട് ചെയ്ത അതിക്രമത്തിനുള്ള എൻ്റെ ഏക തെളിവ്. അതുപോലുള്ള തെളിവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി.
ഹാർഡ് ഡിസ്ക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഹാർഡ് ഡിസ്ക് നേരത്തെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലും മൊബൈലിൽ ഇതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നത് വരെ ആ ഹാർഡ് ഡിസ്ക് അവിടെ ഉണ്ട്, വിഷ്വൽസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ മുറിയിൽ പ്രവേശിക്കാനായിട്ട് താക്കോൽ ആകെ ഉള്ളത് എൻ്റെ 2 കൈക്കാരന്മാരുടെ കയ്യിലാണ്. അവരറിയാണ്ട് ആരും കയറില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് അവർ തോട്ടുപുറച്ചൻ ചാർജ് എടുക്കാൻ വന്നപ്പോൾ 2 പേരും ഉണ്ടായിരുന്നു. അതിനകത്ത് പൈസാറാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. ജോമൻ എന്നെ ഒന്നും വിളിച്ച് അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ തോട്ടുപുറച്ചൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്ന സംഘം ചേർന്ന് വന്നതിൽ എൻ്റെ കൈക്കാരൻ ജോമോനും ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് വളരെ ഗൗരവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്നത് ജോൺ തോട്ടുപുറം എന്ന 80 വയസ്സുകാരനായ വൈദികൻ. അദ്ദേഹം താമസിക്കുന്ന കോൺവെൻറ്റിൽ വെച്ചായിരിക്കണം ഗൂഢാലോചന നടന്ന. അവിടുത്തെ മദർ സുപ്പീരിയറിൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം. മാധ്യമപ്രവർത്തകനായ ടോം വർഗീസ്, കൈക്കാരനായ ജോമോൻ. മാത്രമല്ല സെൻറ്റ് തോമസ് മൗണ്ടിലെ കൂരിയയിലുള്ള ആളുകൾ ഈ ഗൂഢാലോചനയിലുണ്ട്. അതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയയിൽ, ക്രിമിനൽ കൂരിയ എന്ന് അതിരൂപത മുഴുവൻ വിളിക്കുന്ന ക്രിമിനൽ കൂരിയയിലുള്ള ആളുകൾ ഇൻവോൾവഡ് ആണ്. കാരണം ഇതിനെ തുടർന്ന് വന്ന പത്രപ്രസ്താവനകളിൽ ഈ 2 സ്ഥലങ്ങളിൽ നിന്ന്, കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്ന് മീഡിയ കമ്മീഷൻ്റെ പ്രസ്താവന വന്നതിലും അരമനയിൽ നിന്ന് വന്ന ജോഷി പുതുവ ഇറക്കിയ പ്രസ്താവനയിലും ഈ അക്രമ പ്രവർത്തനങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്ത് സംഘടിതമായി നിറവേറ്റിയവരെ വെള്ളം പൂശുന്ന തരത്തിൽ, അവരെ വിശുദ്ധരായി ചിത്രീകരിക്കുന്ന തരത്തിലാണ് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. അതാണ് ഈ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ തെളിവ്. മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ ഈ സംഭവം നടന്നതിൻ്റെ അവസാന ഭാഗത്തെ വീഡിയോകൾ മാത്രം, ചെറിയ ക്ലിപ്പ് മാത്രം പുറത്തു വിട്ടിട്ടാണ് ഈ ജെറി അച്ഛനെ കുറ്റക്കാരനായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതിക്ക് മുമ്പുള്ള വീഡിയോകളെല്ലാം അവർ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവർ ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ DVR തന്നെ അവിടെ നിന്ന് മോഷണം പോയിരിക്കുകയാണ്, മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായ ഗൂഢാലോചനയാണ് വെളിപ്പെടുത്തുക. ദൈവാനുഗ്രഹം കൊണ്ട് മീഡിയയ്ക്ക് നൽകാനായി അതിൻ്റെ ഡിസ്പ്ലേ ഓണാക്കി അച്ഛൻ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസിൽ വ്യക്തമായി കാണാം അച്ഛൻ ഈ കുർബാന തുടങ്ങിയ സമയത്ത് അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ പുറത്തു പോകാൻ അനുവദിക്കാതെ വാതിൽ തള്ളിപ്പിടിച്ച് അടച്ചു നിൽക്കുന്നതും, അച്ഛനെ വരിഞ്ഞു മുറുകി അച്ഛനെ അവിടെ പിടിച്ചു നിർത്തുന്നതും, അച്ഛനെ ആ തരത്തിൽ ഉപദ്രവിക്കുന്ന വിഷ്വൽസ് അല്പമായിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഡിസ്പ്ലേയിൽ നിന്ന് മൊബൈൽ കൊണ്ട് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഈ ഇങ്ങനത്തെ വിഷ്വൽസ് പുറത്തില്ല എന്ന ധാരണയിലാണ് ഈ പ്രസ്താവനകൾ ഈ ഔദ്യോഗിക മേഖലകളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷ്വൽസ് സത്യം വെളിപ്പെടുത്തുന്നതായിരിക്കും. അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വിഷ്വൽസ് ലഭിച്ചിരിക്കുന്നതാണ്. ഈ ഗൂഢാലോചനയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരുടെ എല്ലാം ഫോൺ കോളുകൾ ട്രേസ് ചെയ്യേണ്ടതുണ്ട്. ഇവരെവിടെയാണ് യോഗം ചേർന്നത്, എന്തൊക്കെ ഈ പ്ലാനുകളെല്ലാം സംഘടിതമായി എല്ലാവരും ഒന്നിച്ച് വാതിലുകളടച്ച് ഒന്നിച്ച് ഈ വൈദികനെ ആക്രമിച്ച സംഭവത്തിൻ്റെ പുറകിലെ ഗൂഢാലോചന എവിടെ വെച്ച് ആരെല്ലാം കൂടി നടന്നു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്. പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്.